വിശേഷിച്ച് ദീർഘനാളുകൾ കർത്തൃവേലയിലായിരുന്ന ഒരു ബഹുമാന്യ ദൈവദാസൻ ഇന്നത്തെ ആരാധനയിൽ നമ്മളോട് ഒരുമിച്ച് പങ്കെടുക്കുന്നു. പ്രിയ ദേവദാസനെയും ഈ ആരാധനയിലേക്ക് വിശേഷാൽ സ്വാഗതം ചെയ്യുന്നു. ദൈവമക്കളെ, സംഭവബഹുലമായ ആഴ്ചവട്ടം നമ്മളെ വിട്ട് കടന്നുപോയി അനേകം പ്രിയപ്പെട്ടവർ പ്രയാസകരമായ അനേക അനുഭവങ്ങളിലൂടെ കടന്നുപോയപ്പോൾ ദൈവത്തിന്റെ മഹാകൃപയാണ്. ദൈവം നമുക്ക് ആയുസ്സും ആരോഗ്യവും ശേഷിപ്പിച്ചു. കർത്താവിന്റെ വരവ് താമസിച്ചതുകൊണ്ട് ഒരിക്കൽ കൂടെ ഈ ഭൂപരത്തിൽ ദൈവത്തെ ആരാധിപ്പാൻ ദൈവമിടയാക്കിയ അവസരത്തെ ഓർത്ത് ദൈവത്തിന്റെ സ്തുതിയും സ്തോത്രവും അർപ്പിക്കുകയാണ്. പ്രത്യേകാൽ കഴിഞ്ഞ ആഴ്ചയിൽ ദൈവമക്കളായ പല പ്രിയപ്പെട്ടവർക്ക് ആരാധന സംബന്ധിക്കുവാൻ കഴിയാതെ ഭവനങ്ങളിൽ ക്ഷീണിതരായിരുന്നു. എന്നാൽ ഇന്ന് പകൽക്കാലം ദൈവം ആരോഗ്യത്തോടുകൂടെ ബലത്തോടുകൂടെ നമ്മുടെ പ്രിയപ്പെട്ടവരെ കൂട്ടിവരച്ചത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും ഇന്ന് വളരെ പരിമിതമായ സമയമാണ് വചന ശുശ്രൂഷയ്ക്ക് വേണ്ടി പ്രാരംഭത്തിൽ വേർതിരിച്ചിരിക്കുന്നത്. നമ്മുടെ സഭയുമായി ബന്ധപ്പെട്ട് ചില ആത്മീക ശുശ്രൂഷകൾ നമുക്ക് ഇന്ന് സഭായോഗത്തോട് ചേർന്ന് തന്നെ ക്രമീകരിച്ചിട്ടുള്ളത് കൊണ്ട് ദീർഘസമയം നമുക്ക് വചന ശുശ്രൂഷയ്ക്ക് വേണ്ടി സമയം വേർതിരിപ്പാൻ സാധ്യമല്ല. എങ്കിലും നാം ആയിരിക്കുന്ന നിമിഷങ്ങൾ ജീവിതത്തിൽ ഏറ്റവും അനുഗ്രഹമായി തീരേണ്ടതിന് ദൈവകരങ്ങളിലേക്ക് നമ്മെ തന്നെ സമർപ്പിച്ച് പ്രാർത്ഥനയോടെ ദൈവസഭയിലായിരിക്കാം. 79-ാം സങ്കീർത്തനം 4-ാം വാക്യമാണ്. 79-ാം സങ്കീർത്തനം 4-ാം വാക്യമാണ് ഇന്ന് പ്രബോധനത്തിന് വേണ്ടി തിരഞ്ഞെടുത്തിരിക്കുന്നത്. വായിക്കാം 4-ാം വാക്യം. ഞങ്ങൾ ഞങ്ങളുടെ അയൽക്കാർക്ക് അപമാനവും ചുറ്റുമുള്ളവർക്ക് നിന്ദയും പരിഹാസവുമായി ജീവിതത്തിൽ ചിലപ്പോഴൊക്കെ നാം നമ്മോട് തന്നെ പറയുന്ന വാക്കുകളാണ് നിന്ദയും പരിഹാസവും. ഇവിടെ അയൽക്കാർക്ക് എന്നാണ് പറഞ്ഞിരിക്കുന്നതെങ്കിൽ അയൽക്കാരേക്കാൾ കൂടുതലായി വ്യക്തിപരമായ ജീവിതത്തിൽ സ്വന്തം വീട്ടുകാരാൽ അവഗണിക്കപ്പെടുന്ന അനുഭവം, സ്വന്തം കുടുംബത്തിൽ പരിഹാസ വിഷയമായി തീരുന്ന അനുഭവം. അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ മാനസികമായി നാം വളരെയധികം തകർന്നു പോകാം. ഒരിക്കൽ ദാവീദ് പറഞ്ഞു, എനിക്ക് ഏറെ ബുദ്ധിമുട്ടുണ്ടാക്കിയത്, എന്നെ ഏറെ ഉപദ്രവിച്ചത് എന്റെ ശത്രുക്കളല്ല, എന്റെ അപ്പം തിന്നവൻ, എന്നോടുകൂടെ ഞാൻ കൊടുത്ത ആഹാരം ഭക്ഷിച്ചവരാണ് എനിക്ക് ഏറ്റവും കൂടുതൽ മാനസിക വ്യഥ ഉണ്ടായി. ദൈവത്തിന് സ്തോത്രം. സ്വന്തം വീട്ടുകാർ തന്നെയാണ് പലപ്പോഴും നമ്മുടെ ശത്രുക്കളായി മാറാറുള്ളത്. അത് എല്ലാ ദൈവജനത്തിന്റെയും എല്ലാ കാലഘട്ടത്തിലുമുള്ള എല്ലാ ദൈവജനത്തിന്റെയും ഒരനുഭവമാണ്. ദൈവത്തിന് സ്തോത്രം. സ്വന്തം കുടുംബങ്ങളിൽ നിന്നാണ് അവഗണനകളും പരിഹാസങ്ങളും പലപ്പോഴും നമുക്ക് നേരിടുവാനിടയായി തീർന്നത്. യോസേഫ് കഠിനമേറിയ ജീവിതത്തിന്റെ കഷ്ടതകളിലൂടെ കടന്നുപോയി. അതിന്റെ കാരണം സ്വന്തം കുടുംബത്തിൽ നിന്നുള്ളവർ തന്നെയാണ്. ദൈവത്തിന് സ്തോത്രം. വിവാഹിതനായ മോശയെ പരിഹസിച്ചത് തന്റെ സഹോദരങ്ങളാണ്. തന്റെ വിവാഹ ജീവിതത്തെ അംഗീകരിക്കുവാൻ തന്റെ സഹോദരനോ സഹോദരിക്കോ ഒരിക്കലും സാധിച്ചില്ല. പുറമേ ഉള്ളവരല്ല, അകത്തുള്ളവരല്ല. ഇപ്പോൾ സ്വന്തം കുടുംബത്തിൽ ഇങ്ങനെയുള്ള അനുഭവങ്ങൾ ഉണ്ടാകാം, സ്വന്തം കൂട്ടായ്മയിലും ഇങ്ങനെയുള്ള അനുഭവങ്ങൾ ഉണ്ടാകാം. എന്നാൽ എങ്ങനെയാണ് ഈ അപമാനത്തിലും ഈ പരിഹാസത്തിലും ദൈവജനം ജയം എടുക്കുന്നത്? എങ്ങനെയാണ്? ഞാൻ ഓർക്കുകയാണ്, ദൈവത്തിന്റെ വചനത്തിലെ പ്രവചന പുസ്തകത്തിലെ ഒരു പ്രധാനപ്പെട്ട വാക്യം, യഹോവയുടെ നാമം ബലമുള്ള ഒരു വലിയ ഗോപുരം പോലെ ഏത് പ്രതിസന്ധികളെയും ഏത് യുദ്ധങ്ങളെയും ഏത് അമ്പുകളെയും തരണം ചെയ്യുവാനും അവ നമ്മുടെ മേൽ സ്വാധീനം ചെലുത്താൻ നാം തകർന്നു പോകാൻ യഹോവയുടെ നാമം ബലമുള്ള ഗോപുരം. ഒരു ഗോപുരത്തിനകത്തിരിക്കുന്ന ആളെ ആ ഗോപുരം എങ്ങനെയാണോ സംരക്ഷിക്കുന്നത്, അതുപോലെ യഹോവയുടെ നാമം നമുക്കൊരു വലിയ ഗോപുരം. അവിടെ നമുക്കൊരു സങ്കേതമാണ്, നമ്മുടെ പരിചയമാണ്, നമ്മുടെ അഭയമാണ്.
നെഹെമ്യാവിന്റെ കാലത്ത് ഇസ്രായേൽ ജനം ദേശത്ത് അപമാനിതരായി മാറിയ ഒരു അനുഭവമുണ്ട്. പ്രവാസത്തിൽ നിന്ന് തെറ്റി ഒഴിഞ്ഞു പോയവരുടെ വിശേഷങ്ങൾ അന്വേഷിച്ച് നെഹെമ്യാവിന്റെ കാതിൽ കേട്ടത്, ആ പ്രവാസത്തിൽ നിന്ന് തെറ്റി ഒഴിഞ്ഞു പോയ ജനം മഹാകഷ്ടത്തിലും അപമാനത്തിലുമായി. നമുക്ക് ഈ കഷ്ടത്തേക്കാൾ കൂടുതൽ ഹൃദയത്തെ വേദനിപ്പിക്കുന്നതാണ് അപമാനം. പരിഹാസവും അപമാനവും ശത്രുവിന്റെ ആയുധപ്പുരയിലെ രണ്ട് ആയുധങ്ങളാണ്. ശരീരത്തിൽ എത്ര വേദന ഉണ്ടായാലും, നമ്മുടെ നാട്ടിൽ സാധാരണ പറയാറില്ല, എന്നെ ഒന്ന് അടിച്ചെങ്കിൽ ഞാൻ അടിയൊന്ന് കൊള്ളുമായിരുന്നു, പക്ഷെ ഇത്രയും വേണ്ടായിരുന്നു. അപ്പോൾ ശരീരത്തിനുണ്ടാകുന്ന വേദനയേക്കാൾ വലുതാണ് അപമാനവും പരിഹാസവും. അത് നിമിത്തം മനസ്സിനുണ്ടാകുന്ന മുറിവ്. യെരൂശലേമിന്റെ സ്ഥിതി മഹാകഷ്ടമാണ്. അവിടെയുള്ള ജനത്തിന്റെ സ്ഥിതി മഹാകഷ്ടമാണ്. അവരെ മഹാകഷ്ടത്തിലേക്ക് തള്ളിവിട്ടത് അവർ ഏൽക്കേണ്ടി വന്ന പരിഹാസവും അപമാനവുമാണ്. അതിന് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നെഹെമ്യാവിന്റെ പുസ്തകത്തിൽ പറയുന്നത്, യെരൂശലേമിന്റെ മതിലുകൾ ഇടിഞ്ഞു കിടക്കുകയാണ്, യെരൂശലേമിന്റെ വാതിലുകൾ തീ വെച്ച് ചുട്ട് കരിച്ചു കളഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ദേശത്ത് അപമാനിക്കപ്പെട്ടവർ, സഹോദരന്മാരുടെ ഇടയിൽ അപമാനിക്കപ്പെട്ടവർ, സ്വന്തം കുടുംബത്തിൽ നിന്ന് അപമാനിക്കപ്പെട്ടവർ, ദൈവത്തിന് ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ നമുക്ക് പിടിച്ചു നിൽക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. കേരളത്തിൽ നടന്നിട്ടുള്ള ആത്മഹത്യകളെ കുറിച്ച് ഒരു പഠനം നടത്തിയ അതിലൊരു ചെറിയ ശതമാനമെങ്കിലും വേണ്ടപ്പെട്ടവരിൽ നിന്ന്, മാതാപിതാക്കളിൽ നിന്ന്, സഹോദരങ്ങളിൽ നിന്ന് നേരിടേണ്ടി വന്നിട്ടുള്ള സ്തോത്രം അപമാനവും പരിഹാസവും അവഗണനയും സഹിക്കാൻ കഴിയാതെ സ്തോത്രം ജീവിതത്തോട് യാത്ര പറഞ്ഞ ധാരാളം ആളുകൾ. എന്നാൽ ദൈവമക്കളുടെ ഒരു കാര്യം മനസ്സിലാക്കിയിരിക്കണം, ലോകം നമുക്ക് അനുകൂലമല്ല. സ്തോത്രം, ലോകം നമുക്ക് അനുകൂലമല്ല എന്ന് പറയുമ്പോൾ ഈ ലോകത്തിലുള്ളവർ, ഒരുപക്ഷെ മാതാവാകാം, പിതാവാകാം, സഹോദരങ്ങളാകാം, വേണ്ടപ്പെട്ടവരാകാം, അവരാരും നമുക്ക് കൂടെ നിൽക്കുമെന്ന് എന്നും ചിന്തിക്കും. ലോകം യോഗ്യമല്ലെങ്കിൽ യോഗ്യമല്ലാത്ത വാക്ക്, യോഗ്യമല്ലാത്ത ഇടപാടുകൾ, യോഗ്യമല്ലാത്ത നോട്ടങ്ങൾ ഇവരിൽ നിന്നെല്ലാം ഉണ്ടാകാം. അതുകൊണ്ട് ഇങ്ങനെയുള്ള വിഷയങ്ങളെ എങ്ങനെയാണ് ദൈവമക്കൾ നേരിടുന്നത്? എങ്ങനെയാണ്? ഈ പ്രസംഗത്തിൽ ഞാൻ പ്രധാനമായിട്ട് ഉദ്ദേശിക്കുന്നത്, മാതാപിതാക്കളിൽ നിന്ന്, സഹോദരങ്ങളിൽ നിന്ന്, ശത്രുക്കളിൽ നിന്ന്, അയൽവാസികളിൽ നിന്ന്, കൂട്ടായ്മയിൽ നിന്ന് അപമാനം നേരിടുമ്പോൾ സ്തോത്രം സമൂഹത്തോട്, കൂട്ടായ്മയോട് വിട പറഞ്ഞ് ഓടിപ്പോകുവാനല്ല ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. ഉറച്ചു നിന്നാൽ ദൈവം നമുക്ക് വേണ്ടി അത്ഭുതം. ദൈവം പറയുന്ന, എന്നെ പോലെ ഒരുത്തൻ ഓടിപ്പോകുമോ? പ്രതികൂലങ്ങൾ കണ്ട്, അപമാനം കേട്ടും പരിഹാസം കണ്ടും ഓടിപ്പോകുന്നവർ ധാരാളം പേര് കണ്ടേക്കാം, പക്ഷെ ഞാൻ ഓടിപ്പോകില്ല. എത്ര പേർക്ക് പറയാൻ പറ്റും? ഏത് പ്രതികൂലം വന്നാലും, ഏത് പരിഹാസം വന്നാലും എന്നെ പോലെ ഒരുവൻ ഇവിടുന്ന് ഇട്ടേച്ച് പോകില്ല. കാരണം യഹോവ എന്റെ ഗോപുരമാണ്, യഹോവ എന്റെ അഭയമാണ്, യഹോവ എന്റെ പരിചയാണ്, യഹോവ എനിക്ക് ചുറ്റും പരിചയാണ്. വലത്തു ഭാഗത്ത് അവൻ എന്റെ കൂടെ ഉള്ളതുകൊണ്ട് അപമാനത്തിലായ സഹോദരന്മാരുടെ വാർത്ത കേട്ട് നെഹെമ്യാവ് ചെയ്തത് കുറെ നാൾ ഇരുന്ന് കരഞ്ഞു. കുറെ നാൾ ഇരുന്ന് കരഞ്ഞു. ദൈവത്തിന് സ്തോത്രം. രണ്ട്, കുറെ നാൾ ദുഃഖിച്ച് ഉപവസിച്ച് പ്രാർത്ഥിച്ചു. കുറെ നാൾ ഇരുന്ന് കരഞ്ഞു, കുറെ നാൾ ദുഃഖിച്ച് ഉപവസിച്ച് പ്രാർത്ഥിച്ചു. ദൈവത്തിന് സ്തോത്രം. കുറെ നാളെ ഈ അപമാനം സഹിക്കാൻ വയ്യാതെ, പരിഹാസം സഹിക്കാൻ വയ്യ. നമ്മൾ പറയുമല്ലോ, ഈ സഹിക്കുന്നതിനൊക്കെ ഒരു പരിധിയില്ലേ? സഹിക്കുന്നതിനൊരു പരിധിയില്ലേ? അതിന്റെ പരിധി വിട്ട് കഴിഞ്ഞപ്പോഴാണ് സ്തോത്രം ഇരുന്ന് കരഞ്ഞ് കരഞ്ഞ് കരഞ്ഞ്
ഉപവസിച്ച് പ്രാർത്ഥിക്കുവാനിടയായി തീർന്നു. അങ്ങനെ സഹിക്കാൻ കഴിയുന്നതിന്റെ അപ്പുറത്തുള്ള അപമാനവും നിന്ദയും പരിഹാസവും നിമിത്തം നെഞ്ചുപൊട്ടി കരഞ്ഞ് ഉപവസിച്ചു ദുഃഖിച്ചു പ്രാർത്ഥിച്ച ദൈവത്തിന്റെ പൈതലായ നെഹെമ്യാവിന് ദൈവം അവനോട് സംസാരിച്ചു. ഞാൻ കഴിഞ്ഞ രാത്രിയിൽ ആ പുസ്തകം വായിച്ചു വന്നപ്പോൾ അദ്ദേഹത്തിന്റെ അധരത്തിൽ നിന്ന് പുറത്തു വന്ന ചില വാക്കുകൾ എന്നെ വളരെ ധൈര്യപ്പെടുത്തി. സ്തോത്രമല്ലേലൂയ. മഹാകഷ്ടത്തിലായിരിക്കുന്ന അപമാനത്തിലായിരിക്കുന്ന ജനത്തെ ഓർത്ത് ദുഃഖിച്ചവൻ, കരഞ്ഞവൻ, ഉപവസിച്ചവൻ, അവൻ സ്തോത്രം ബാക്കിയുള്ള പ്രിയപ്പെട്ടവരെ പോലെ നിരാശരായി മാറാതെ നെഹെമ്യാവ് പറയുകയാണ്, ദൈവത്തിന്റെ ദയയുള്ള കൈ എനിക്ക് അനുഭവമായി. അപമാനിക്കുന്നവരുടെ എണ്ണം കൂടി വരികയാണ്, പരിഹാസം കൂടി വരികയാണ്. പക്ഷേ ആ ദൈവദാസൻ പറയുകയാണ്, ദൈവത്തിന്റെ ദയയുള്ള കൈ എനിക്ക്. എത്ര പേർക്ക് പറയാൻ പറ്റും? അപമാനം വരട്ടെ, സഹോദരങ്ങളിൽ നിന്ന് അപമാനം വരട്ടെ, മാതാപിതാക്കളിൽ നിന്ന് പരിഹാസം വരട്ടെ, അവഗണന വരട്ടെ, ലോകം മുഴുവൻ എനിക്കെതിരായി മാറിയാലും ദൈവത്തിന്റെ ദയയുള്ള കരം എനിക്ക് അനുകൂലമാണ്. ഒന്ന്, ദൈവത്തിന്റെ ദയയുള്ള കരം എനിക്ക് അനുകൂലമാണ്. ദൈവമക്കളെ, നിരാശപ്പെടരുത്, ഇട്ടേക്ക് ഓടിപ്പോകരുത്. സ്തോത്രം. മാനുഷികമായ വൈകാരിക മണ്ഡലത്തിൽ ഇതിനോട് പ്രതികരിക്കുകയും ചെയ്യരുത്. പ്രാർത്ഥിക്കുന്നവനോട് ദൈവാത്മാ പറയും, ഈ അപമാനത്തിലും ഈ മഹാകഷ്ടത്തിലും ദൈവത്തിന്റെ ദയയുള്ള കാര്യം നമുക്ക് അനുകൂലമാണ്. രണ്ടാമതായി അവൻ പറയുകയാണ്, യെരൂശലേമിൽ ചെയ്യുവാൻ ദൈവം എനിക്ക് എന്റെ ഹൃദയത്തിൽ തോന്നിച്ച കാര്യങ്ങൾ, ഈ അപമാനത്തിലും ഈ പരിഹാസത്തിലും ഞാൻ ചെയ്യണമെന്ന് ദൈവം ആഗ്രഹിക്കുന്ന ചില കാര്യങ്ങൾ, പരിഹസിക്കുന്നവർ പരിഹസിക്കട്ടെ, അപമാനിക്കുന്നവർ അപമാനിക്കട്ടെ, അവഗണിക്കുന്നവർ അവഗണിക്കട്ടെ, അപ്പോഴും എന്നെ ദൈവം ഇവിടെ കൊണ്ടുവന്നതിന് ഞാൻ ചെയ്യാൻ ചില കാര്യങ്ങൾ ദൈവത്തിന്റെ ഹൃദയത്തിലുണ്ട്. ചെയ്യാൻ ദൈവം പ്രേരിപ്പിക്കുന്ന കാര്യങ്ങൾ, സ്തോത്രം, മനസ്സിനകത്ത് ദൈവം അതിന് പ്രേരണ തരുമ്പോൾ സഹോദരങ്ങളുമായിട്ട് പങ്കുവയ്ക്കും. നെഹെമ്യാവ് ചെയ്തതാണ്. കാരണം നെഹെമ്യാവിനേക്കാൾ നിരാശയിലാണ് ഈ ജനങ്ങൾ. അപ്പൊ നെഹെമ്യാവിന് അവിടെ ചെയ്യുവാൻ ദൈവം ഹൃദയത്തിൽ തോന്നിപ്പിച്ചത് സഹോദരങ്ങളോട് നെഹെമ്യാവ് പങ്കുവച്ചു. നെഹെമ്യാവിന്റെ വാക്കുകൾ ശ്രദ്ധിക്കുക. വരുവിൻ, നാം ഇനിയും നിന്ദാപാത്രമായിരിക്കാതെ വണ്ണം വരുവിൻ, നമുക്ക് എഴുന്നേറ്റ് അതിൽ പണിയാം. ഈ പരിഹാസം മാറുന്നതിന്, ഈ അവഗണന മാറുന്നതിന്, ഈ അപമാനം മാറുന്നതിന് നമുക്ക് ചില കാര്യങ്ങൾ ഇതിനകത്ത് ചെയ്യാനുണ്ട്. വരുവിൻ, നാം ഇനിയും നിന്ദാപാത്രമായി ഇരിക്കാതെ വണ്ണം നമുക്ക് എഴുന്നേറ്റ് പണിയാം. ആ നല്ല പ്രവൃത്തിക്കായി അവർ പരസ്പരം ധൈര്യപ്പെടുത്തി. ദൈവത്തിന്റെ സ്തോത്രം. നീ ഇത്രയൊക്കെ ചെയ്തിട്ടും, നീ ഇത്രയൊക്കെ പ്രവർത്തിച്ചിട്ടും, നീ ഇത്രയൊക്കെ കാര്യങ്ങൾ ചെയ്തു കൂട്ടിയിട്ടും നിനക്കെന്നും ഈ നിന്നയാണല്ലോ, നിനക്കെന്നും പരിഹാസമാണല്ലോ, നിനക്കെന്നും അപമാനമാണല്ലോ. സ്തോത്രം. അങ്ങനെ പറയാനല്ല തയ്യാറായത്. സ്തോത്രം. ഹല്ലേലൂയ. അവർ ധൈര്യമായിട്ട് പറയാണ്, ദൈവത്തിന്റെ കൈ അനുകൂലമാണ്, ദൈവം ചില കാര്യങ്ങൾ ചെയ്യുവാൻ എന്നെ നിയോഗിച്ചിട്ടുണ്ട്. ദൈവത്തിന് സ്തോത്രം. നാം നിന്ദാപാത്രമായിരിക്കാതെ വേണം നമുക്ക് എഴുന്നേറ്റ് പണിയാൻ. ആ നല്ല പ്രവർത്തിക്കായി അവരെന്ത് ചെയ്തു? അന്യോന്യം ധൈര്യപ്പെടുന്നു. അത് നല്ല പ്രവർത്തിക്കായി. അവിടെയാണ് ശ്രദ്ധിക്കേണ്ടത്. പരസ്പരം ധൈര്യപ്പെടുത്തേണ്ടത്, പരസ്പരം പങ്കുവെക്കേണ്ടത്, പരസ്പരം ഒരുമിച്ച് ചെയ്യേണ്ടത്, അത് ദൈവത്തിന്റെ ആത്മാവ് ഹൃദയത്തിൽ ചെയ്യുന്ന നല്ല പ്രവർത്തികൾ ആയിരിക്കാം. ആ ജനത്തെ ഉത്സാഹിപ്പിക്കുവാൻ നെഹെമ്യാവ് പറയുകയാണ്, സ്വർഗത്തിലെ ദൈവം നമുക്ക് കാര്യം സാധിപ്പിച്ചു. ഇത് ഈ യുദ്ധ വിജയം കുതിരയാലല്ല, സൈന്യത്താലല്ല. ദൈവത്തിന്റെ സ്വന്തം ജയത്തിന് കുതിര വ്യർത്ഥമാണ്. പിന്നെ എങ്ങനെയാണ്? യഹോവയുടെ നാമത്താൽ. സ്വർഗത്തിലെ ദൈവം ഞങ്ങൾക്ക് കാര്യം സാധിപ്പിച്ച് തരും. അതുകൊണ്ട് അവന്റെ ദാസന്മാരായ ഞങ്ങൾ എഴുന്നേറ്റ് പണി.
ദൈവം ഞങ്ങളോടുകൂടെ ഉള്ളത്, ദൈവം എന്നോടുകൂടെ ഉള്ളത്. അവഗണനയുടെ നടുവിൽ, പരിഹാസത്തിന്റെ നടുവിൽ, നിന്ദയുടെ നടുവിൽ ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന്റെ കരം എനിക്ക് അനുകൂലമാകിയാൽ അവന്റെ ദാസന്മാരായ ഞങ്ങൾ എഴുന്നേറ്റ് പടി. ഇവിടെ അടുത്ത് തന്നെ ചൂരച്ചെടിയുണ്ട്. വേണമെങ്കിൽ ഏലിയാവിനെ പോലെ നിരാശനായി അവിടെ കിടന്നുറങ്ങാം. അല്ല എങ്കിൽ ദൈവത്തിന്റെ കരത്തിൽ ആശ്രയിച്ച് എഴുന്നേറ്റ് പണിയാം. നിരാശയോടുകൂടെ ചൂരച്ചെടിയുടെ കീഴിൽ കിടക്കേണ്ടവർക്ക് കിടക്കാം. എന്നാൽ ഉപവസിച്ച് പ്രാർത്ഥിച്ച് എഴുന്നേറ്റ് പണിയേണ്ടവർക്ക് പണിയാം. യേശുവിന്റെ രക്തത്താൽ ജയം. പകൽക്കാലം ദൈവാത്മാ പറയുകയാണ്, എഴുന്നേറ്റ് പണിയാൻ തയ്യാറായ ദൈവം കാര്യം സാധിപ്പിച്ചു. എന്തിനാണ് ഈ കാര്യങ്ങൾ ചെയ്യുന്നത്? നിന്ന മാറുവാൻ, പരിഹാസം മാറുവാൻ, അവഗണന മാറുവാൻ. കരഞ്ഞേ പറ്റുകയുള്ളൂ, പ്രാർത്ഥിച്ചേ പറ്റുകയുള്ളൂ, ഉപവസിച്ചേ പറ്റുകയുള്ളൂ. സ്വന്തം അത് ചെയ്യുന്നവർ നിരാശപ്പെടാൻ ദൈവം അനുവദിക്കുന്നതാണ്. സ്വന്തം കുടുംബത്തിൽ നിന്ന് അവഗണന നേരിട്ട് ഒരു ഭക്തനായ മനുഷ്യൻ ഏറ്റവും അധികം സങ്കീർത്തന ഗാനങ്ങൾ നമുക്ക് തന്ന മനുഷ്യനാണ് ഒന്ന് ശോഭന്റെ പുസ്തകം 17-ാം അധ്യായം. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന വസ്തുതയാണ്. ദൈവത്തിന് സ്തോത്രം. 2 മലഞ്ചെരുവുകളിൽ സ്തോത്രം. 17-ാം അധ്യായം ആരംഭിക്കുന്ന യുദ്ധത്തിന്റെ തുടക്കത്തോടു കൂടെയാണ്. കിട്ടിയവരെന്ന് വായിച്ചാണ്ട് സോഖോവിൽ ഫെലിസ്ത്യർ ഒരുമിച്ച് കൂടിയിരിക്കുകയാണ്. ഏലത്താഴ്വരയിൽ ഇസ്രായേൽ ഒരുമിച്ച് കൂടിയിരിക്കുകയാണ്. ഒരു മലഞ്ചെരിവാണത്. അവർക്ക് രണ്ടുപേർക്കും മധ്യത്തിൽ ഒരു താഴ്വരയുണ്ട്. ആ താഴ്വരയെ നമുക്ക് ഈ അധ്യായത്തിൽ നിന്ന് പറയാം വെല്ലുവിളിയുടെ താഴ്വര, പരിഹാസത്തിന്റെ താഴ്വര, അവഗണനയുടെ താഴ്വര. ദൈവത്തിന്റെ സ്തോത്രം. ഗർജനങ്ങളുടെ താഴ്വര. ദൈവജനം നിരാശനായി പുറകോട്ടോടുന്ന താഴ്വര. എന്ത് ചെയ്യണമെന്നറിയാതെ ഒരു രാജ്യം മുഴുവൻ പകച്ചു നിൽക്കുന്ന താഴ്വര. ഇന്നത്തെ ആരാധനയിൽ വന്ന ദൈവജനത്തോട് ഞാൻ പറയുന്നു, ജീവിതത്തിൽ നിനക്ക് നേരെ വരുന്ന ചില ഗർജനങ്ങൾ കേട്ട്, ചില വെല്ലുവിളികൾ കേട്ട്, സ്തോത്രം പടയിറങ്ങുന്ന പടയാളികളെ കണ്ടുകൊണ്ട് ഭയന്ന് സ്തോത്രം പുറകോട്ട് ഓടുവാനല്ല ദൈവം നമുക്ക് തന്നിരിക്കുന്നത്. ഈ താഴ്വരയിൽ അപമാനങ്ങളുടെ നടുവിൽ യഹോവയുടെ നാമത്തിലുള്ള ജയമെടുക്കുവാനാണ് ദൈവം നമ്മെ ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത്. ആയുധങ്ങൾ കൊണ്ടാണ് പോരാടുന്നതെങ്കിൽ 2 പേർക്കും ആയുധം വേണം, അല്ലേ? തോക്ക് കൊണ്ടാണ് പോരാടുന്നതെങ്കിൽ 2 പേർക്കും തോക്ക് വേണം. ദൈവത്തിന് സ്തോത്രം. ഈ യുദ്ധത്തെ ദാവീദ് കണ്ടത് വ്യത്യസ്തമായ ഒരു നിലവാരത്തിലാണ്. ജീവനുള്ള ദൈവത്തിന്റെ സേനകളെ നിന്ദിപ്പാൻ ഈ അഗ്രചർമ്മയായ ഫെലിസ്ത്യൻ എന്ന വാക്കോട് കൂടെയാണ് ദാവീദ് ഈ യുദ്ധത്തെ കാണുന്നത്. എന്നാൽ ഗോലിയാത്ത് ഈ യുദ്ധത്തെ യഹോവയുടെ നാമത്തെ വെല്ലുവിളിച്ച് സ്തോത്രം ഗർജനത്താൽ ജയിക്കാമെന്ന മനോഭാവത്തോട്. പ്രിയമുള്ളവര്, ദാവീദ് എങ്ങനെയാണ് ഗോലിയാത്തിനെ പരാജയപ്പെടുത്തിയത്? ചെറിയ പ്രായം മുതൽ നമ്മൾ പഠിക്കുന്ന ഒരു കാര്യമാണ്. ദൈവത്തിന്റെ സ്തോത്രം. ഇതൊരു കായിക യുദ്ധത്തെക്കാൾ കൂടുതൽ ഇതൊരു ആത്മീക പോരാട്ടം കൂടി. ഈ ചില അവഗണനകളും ചില പരിഹാസങ്ങളും ചില നിന്ദകളും നമ്മളതിനെ കായികമായിട്ടും വൈകാരികമായിട്ടും മാത്രം കാണരുത്. നമ്മളതിനെ കായികമായി നേരിട്ടാൽ, വൈകാരികമായി നേരിട്ടാൽ നാം പരാജയപ്പെടും. അതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ഒരാത്മീക മണ്ഡലവും ആത്മീക പോരാട്ടവും. ഇവിടെ ഇസ്രായേലിന് എതിരായി ഗോലിയാത്ത് വരുമ്പോൾ ദാവീദ് പറയുകയാണ്, ദൈവത്തിന്റെ സ്തോത്രം, ജീവനുള്ള ദൈവത്തിന്റെ സേനകളെ നിന്ദിപ്പാൻ അഗ്രചർമ്മിയായ
ഈ ഫെലിസ്തീന് ആര്? അപ്പം ഈ പോരാട്ടം ആർക്ക് തന്നെയാണ്? ദൈവത്തിന്റെ നാമത്തിന് നേരെ. ദൈവത്തിന്റെ സ്തോത്രം. നിങ്ങൾ രണ്ട് കൂട്ടരെ നോക്കുക. ദാവീദ് ഒരു ചെറിയ ബാലൻ. ദാവീദിന്റെ കയ്യിൽ വേണ്ടവിധത്തിലുള്ള ആയുധമില്ല. ദാവീദിന് യുദ്ധ അഭ്യാസമില്ല. യുദ്ധം ചെയ്ത് മുൻ പരിചയം ദാവീദിനില്ല. ഏലാത്താഴ്വരയിൽ ദാവീദിനെതിരായിട്ട് നിൽക്കുന്ന ഗോലിയാത്ത് വളരെയധികം പൊക്കമുള്ളവൻ, ആയുധമുള്ളവൻ, യുദ്ധാഭ്യാസമുള്ളവൻ, യുദ്ധപരിചയമുള്ളവൻ. സ്തോത്രം. ഗർജിക്കാൻ നല്ല ശബ്ദമുള്ളവൻ. ചിലരൊക്കെ വാ തുറന്ന് ഒന്ന് ഗർജിച്ചാൽ മതി, നമ്മളത് വിറച്ച് ദൈവത്തിന് സ്തോത്രം. ഇവിടെ രണ്ടുപേരെയും തുലനം ചെയ്താൽ സത്യത്തിൽ ദാവീദ് യുദ്ധത്തിന് പ്രാപ്തനല്ല. പക്ഷെ ഗോലിയാത്തോ യുദ്ധത്തിന് യോഗ്യനും പ്രാപ്തനുമാണ്. ദൈവത്തിന്റെ വചനം പറയുന്നു, ബലവാനും ബലഹീനനും തമ്മിൽ ഒരു കാര്യമുണ്ടായ സഹായിക്കാൻ യഹോവ നീ അല്ലാതെ ആരും. ഇവിടെ യഹോവ സഹായിച്ചെങ്കിൽ ദാവീദ് ജയിക്കൂ. ദൈവത്തിന് സ്തോത്രമല്ലേ. ദാവീദ് ഗോലിയാത്തിനെ ജയിച്ചത് തന്റെ കഴിവിനാൽ അല്ല, തന്റെ പരിചയം കൊണ്ട് അല്ല, യുദ്ധാഭ്യാസം കൊണ്ടല്ല, തന്റെ കയ്യിലുള്ള ആയുധങ്ങളാലല്ല, തന്റെ യുദ്ധപരിചയം കൊണ്ടുമല്ല. ദാവീദ് ഏലാത്താഴ്വരയിൽ ഗോലിയാത്തിനെ ജയിച്ചത് തന്റെ ഹൃദയത്തിനകത്ത് കത്തി ജ്വലിക്കുന്ന യഹോവയുടെ നാമത്തിൽ. യേശുവിനെ ദാനം ചെയ്യും. നിങ്ങൾ ആ രണ്ട് വ്യക്തികളെ നോക്കുക. ദാവീദിനെ കുറിച്ച് എവിടെ, ഗോലിയാത്തിനെ കുറിച്ച് എവിടെ പറയുന്നത്? 77-ാം അധ്യായം 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങളിൽ രണ്ട് സൈന്യ യുദ്ധത്തിന് വേണ്ടി കടന്നു വരുന്നു. 4 മുതൽ 7 വരെ വാക്യങ്ങളിൽ ഈ ഗോലിയാത്തിനെ കുറിച്ച് പറയുകയാണ്. അവന്റെ 4 മുതൽ വാക്യങ്ങളൊന്ന് വായിച്ചാണ്ട് അവന്റെ ഉയരം, അവന്റെ ആയുധങ്ങൾ. 6 മുഴവും 1 ചാണം എന്ന് പറഞ്ഞാൽ വേഗത്തിൽ മനസ്സിലാകുന്ന ഭാഷയിൽ പറഞ്ഞാൽ ഏകദേശം 10 അടി ഉയരം ഉള്ള ഒരു അജായബാഹുവായ മനുഷ്യൻ. ചരിത്രത്തിൽ ഇന്ന് വരെ രേഖപ്പെടുത്തിയിരിക്കുന്നതിൽ ഏറ്റവും ഉയരം കൂടിയ മനുഷ്യൻ ആരായിരുന്നു എന്നറിയാമോ? അമേരിക്കയിലെ ഇല്ലിനോയിൽ താമസിച്ചിരുന്ന റോബർട്ട് ലോഡ്സോ എന്ന് പറയപ്പെടുന്ന മനുഷ്യനാണ് ഏറ്റവും വലിയ മനുഷ്യനെന്നാണ് നമ്മെ ശാസ്ത്രം പഠിപ്പിക്കുന്നത്. അദ്ദേഹം അമേരിക്കയിലെ ഇല്ലിനോയിലാണ് പാർത്തത്. അദ്ദേഹത്തിന് പോലും 9 അടി ഉയരം. നമ്മുടെ കൂട്ടായ്മയിൽ ഏറ്റവും ഉയരമുള്ളത് ആർക്കാണ്? ഏറ്റവും ഉയരമുള്ളത് എനിക്കൊന്ന് മണിപ്പുഴ താമസിച്ചാനാണെന്നുള്ള ഏറ്റവും പൊക്കമുള്ളത്. ഞാൻ പ്രത്യേകിച്ച് ചിന്തിച്ചുകൊണ്ട് തന്നെ എഴുന്നേറ്റത് പാട്ടുപാടി ആരാധിച്ചപ്പോ ഏതാണ്ട് ഒരു കണക്ക് കൊണ്ട് നോക്കി. എരുസാരം തൊട്ടടുത്ത് വരുന്നുണ്ട്. അവരെപ്പോൾ വേണമെങ്കിലും കവർ ചെയ്യാവുന്ന പോലെ നിൽക്കുന്നുണ്ട്. ദൈവദിവസം. പക്ഷെ അവർക്ക് എത്രയേ ഉള്ളൂ? എത്ര കാണായിരിക്കും? എത്ര അടിയാണ്? എത്രയാണ്? 6 കൂടുതലും കാണില്ല ഉണ്ടോ? അപ്പോൾ ഗോലിയാത്ത് ഏതാണ്ട് 10 അടി ഉയരമുള്ള ഒരു നെടിയ മനുഷ്യൻ. ദാവീദ് ഒരു ചെറിയ ബാലൻ. സത്യം പറഞ്ഞ ഈ ദാവീദിന് ഗോലിയാത്തിന്റെ മുഖം ഒന്ന് കാണണമെങ്കിൽ ദാവീദ് ഗോലിയാത്തിന്റെ അടുത്ത് ചെന്നിട്ട് ഇതുപോലെ മനസ്സിലാവുന്നു എന്ന് പറഞ്ഞാൽ പ്രതിയോഗിയായ ശത്രു നമ്മളെ അപേക്ഷിച്ച് ഒത്തിരി ഉയരമുള്ളവൻ. യുദ്ധത്തിന് വേണ്ടി ദാവീദ് ഗോലിയാത്തിനെ ഒന്ന് കാണാമെന്ന് വിചാരിച്ച് അങ്ങോട്ട് ചെല്ലുമ്പോ ഈ ഗോലിയാത്തിന്റെ ഏതാണ്ട് കാൽമുട്ട് വരെ മാത്രമേ ആരുള്ളൂ. ദാവീദ് ഈ അദ്ദേഹത്തിന് കാണാൻ വേണ്ടി മുകളിലേക്ക്
ഈ ഗോലിയാത്ത് ഈ കൈ കൊണ്ട് വെറുതെ അത്താഴെ ഒന്ന് പിടിച്ചാൽ മതി, ഇവന്റെ കാര്യം. നിന്റെ ശത്രു, നിന്നെ അപമാനിക്കുന്നവൻ, നിന്നേക്കാൾ തലയെടുപ്പുള്ളവനായി, ഗർജിക്കാൻ ആരോഗ്യമുള്ളവനായി, നിനക്ക് കീഴ്പ്പെടുത്തുവാൻ ഒരിക്കലും സാധിക്കാത്ത വ്യക്തി ആയിരിക്കാം. ഇന്ന് പേർക്കാണ് ഞാനൊരു കാര്യം പറയാം. ഗർജിച്ചല്ല ദൈവമക്കൾ ശത്രുവിനെ കീഴ്പ്പെടുത്തേണ്ടത്. പരിചയം കൊണ്ടല്ല ശത്രുവിനെ കീഴ്പ്പെടുത്തേണ്ടത്. ആയുധം കൊണ്ടല്ല കീഴ്പ്പെടുത്തേണ്ടത്. സ്വന്തം കവചങ്ങൾ കൊണ്ടുമല്ല കീഴ്പ്പെടുത്തേണ്ടത്. അവൻ ആയുധമായി വരുമ്പോൾ, ഗർജനവുമായി വരുമ്പോൾ, അപമാനവുമായി വരുമ്പോൾ, പരിഹാസവുമായി വരുമ്പോൾ, അവഗണനയുമായി വരുമ്പോൾ, നമ്മുടെ കയ്യിൽ ഒരായുധം മാത്രമേ ഉള്ളൂ. അത് സൈന്യങ്ങളുടെ ദൈവമായ യഹോവയുടെ നാമം. നമുക്ക് ഒരൊറ്റ ആയുധമുള്ളൂ. ഏതാണ് ആയുധം? യഹോവയുടെ. സാധാരണയായി മലയാളികളായ നമ്മൾ ഉള്ളിലുള്ള രണ്ട് വാക്കുകൾ പെട്ടെന്ന് മാറി മാറി ഉപയോഗിക്കാം. നടന്നു പോകുമ്പോൾ പെട്ടെന്ന് കാല് ഒരു കല്ലിൽ തട്ടി വീഴുകയാണെന്ന് വിചാരിക്കുക. സാധാരണയായി രണ്ട് വാക്കുകളാണ് മലയാളികൾ പറയുന്നത്. ഒന്നുകിൽ അയ്യോ, അല്ലെങ്കിൽ ദൈവമേ. ഇത് രണ്ടും നമ്മുടെ ഹൃദയത്തിനകത്തുണ്ട്. അയ്യോ, ദൈവമേ, ഇത് രണ്ടും നമ്മുടെ ഹൃദയത്തിൽ ഉണ്ട്. പക്ഷെ നമ്മൾ ആദ്യം പറയുന്നത് ഏതായിരിക്കും? ഏതിനാണോ അകത്ത് കൂടുതൽ സ്ഥാനമുള്ളത് അതാദ്യം. ഒരിക്കൽ രണ്ട് മനുഷ്യര് ഒരു മൃഗശാല കാണാൻ പോയത് ഒരു പ്രസംഗത്തിൽ ഒരാൾ ഉപയോഗിച്ച് ഞാൻ കേട്ടു. ഒരാള് മൃഗസ്നേഹിയാണ്, ഒരാള് പക്ഷിസ്നേഹിയാണ്. അപ്പൊ അവരിങ്ങനെ കാണുകയാണ്. ധാരാളം പക്ഷികളുണ്ട്, മൃഗങ്ങളുണ്ട്. അപ്പോൾ അവരിങ്ങനെ പോകുമ്പോൾ കാണാം ഒരു മരത്തിന് ചുവട്ടിൽ ഒരു വലിയ കാണ്ടാമൃഗം കിടക്കുകയാണ്. മൃഗസ്നേഹിയായ മനുഷ്യന് ആ കാണ്ടാമൃഗത്തെ കണ്ടപ്പോൾ എന്തെന്നില്ലാത്ത സന്തോഷം. അദ്ദേഹം കുറെ സമയം അവിടെ നിന്ന് അതിന്റെ ആ കണ്ട് ആസ്വദിച്ചു. ഒരേ നേരത്ത് സ്നേഹിതനോട് പറഞ്ഞു, സത്യത്തിൽ ഈ മൃഗശാലയിൽ വന്നിട്ട് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ കാണ്ടാമൃഗമാണ്. എന്താണെന്നറിയാമല്ലോ, ഒത്തിരി നാളുകൊണ്ട് ആഗ്രഹിക്കും. കൊള്ളാം, നല്ല മിടുകൻ, ഇതുപോലെ 10 എണ്ണം വേണം നമ്മുടെ മൃഗശാലയിലല്ല. നീ നിന്റെ മൊബൈൽ ഫോണിൽ ഇതിന്റെ ഒരു ഫോട്ടോ എടുക്കണം. അദ്ദേഹം പറഞ്ഞു, നീ പറയുന്നതിന് മുമ്പേ ഞാൻ ഫോട്ടോ എടുക്കും. അങ്ങനെ അവര് പകൽ മുഴുവൻ യാത്രയൊക്കെ കഴിച്ച് ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ച് അവരുടെ റൂമിൽ വിശ്രമിക്കുമ്പോൾ ഈ മൃഗസ്നേഹിയായ മനുഷ്യൻ തന്റെ സ്നേഹിതനോട് പറഞ്ഞു, നീ എടുത്ത ഫോട്ടോ ഒന്ന് കാണിച്ച്. അത് ഞാൻ കാണിക്കാം എന്ന് പറഞ്ഞ് മൊബൈൽ ഫോണിലെ ഫോട്ടോ ഗ്യാലറിയിൽ നിന്ന് ഫോട്ടോ കാണിച്ചപ്പോൾ അദ്ദേഹം എടുത്ത ഫോട്ടോ എന്താണെന്ന് അറിയാമോ? ഈ വലിയ കാണ്ടാമൃഗത്തിന്റെ മുകളിൽ ഒരു ചെറിയ കുരുവി ഇരിക്കുന്നുണ്ട്. അവനെടുത്ത ഫോട്ടോ ആ കുരുവിയുടെ ഫോട്ടോയാണ്. മനസ്സിലായോ? ഫോട്ടോ എടുത്തത് ശരിയാണ്, അവന്റെ മനസ്സ് നിറച്ച് പക്ഷി സ്നേഹമാണ്. മനസ്സിലായോ? കാണ്ടാമൃഗം വളരെ വലുതാണ്, പക്ഷെ ഫോട്ടോ എടുത്തവന്റെ മനസ്സിൽ എന്താണ്? പക്ഷി സ്നേഹമാണ്. അവൻ അവിടെ ഏറ്റവും ആകർഷകമായി തോന്നിയത് ഏതാണ്? പക്ഷിയാണ്. മറ്റേയാൾക്കോ കാണ്ടാമൃഗമാണ്. യുദ്ധത്തിന് വരുമ്പോൾ ഗോലിയാത്തിന് വലുത് ഗർജനമായിരിക്കാം, ഗോലിയാത്തിന് വലുത് അവന്റെ പടക്കോപ്പുകളായിരിക്കാം, ഗോലിയാത്തിന് വലുത് അവന്റെ കവചങ്ങളായിരിക്കാം, ഗോലിയാത്തിന് വലുത് അവന്റെ കുന്തമായിരിക്കാം. പക്ഷേ ദാവീദിന് വലുത് അവന്റെ ഹൃദയത്തിനകത്ത് ഉയരുന്ന ദൈവം. സൈന്യങ്ങളുടെ യഹോവ ആവർത്തിച്ച് 5 പ്രാവശ്യമെങ്കിലും താനത് പറയുകയാണ്. ഞാൻ പറയുന്നു, ദൈവമക്കളെ, പരിഹാസത്തെ എങ്ങനെ നേരിടേണ്ടത്? അപമാനത്തെ എങ്ങനെ നേരിടേണ്ടത്? ഗർജനത്തെ എങ്ങനെ നേരിടേണ്ടത്? അവഗണനയെ എങ്ങനെ നേരിടേണ്ടത്? പറഞ്ഞാട്ടെ, നിങ്ങൾ എന്നെ ബഹുമാനിച്ചില്ലെങ്കിൽ അന്ന് ഞാനില്ല. എന്നോട് ഗർജിക്കുകയാണെങ്കിൽ വേണ്ടി വന്ന് ഒച്ചെടുക്കാൻ എനിക്കും അറിയാം. എങ്ങനെ നേരിടേണ്ടത്?
ബഹുമാനം കിട്ടാതെ ഇന്നത്തേക്ക് മേലെ ഞാൻ ഇല്ല. സൈക്കിൾ കൊടുത്തോണ്ട് ഒറ്റ പോകാം. ദാവീദ് ചെയ്ത കാര്യം എന്താണെന്നറിയാം? എന്റെ ഹൃദയത്തിനകത്തൊരു നാമം, യഹോവയുടെ നാമം, യഹോവയുടെ നാമം. പരിഹാസി ഗർജിക്കട്ടെ, പരിഹാസി അപമാനിക്കട്ടെ, പരിഹാസി ഒറ്റപ്പെടുത്തട്ടെ, അവഗണിക്കട്ടെ, എന്റെ ഹൃദയത്തിൽ യഹോവയുടെ നാമം. എത്ര പേര് പറയാൻ തയ്യാറാകും? യഹോവയുടെ നാമത്താൽ ഈ ശത്രുവിനെ, യഹോവയുടെ നാമത്താൽ ഈ അവഗണനയെ ഞങ്ങൾ ജയിക്കും, യഹോവയുടെ നാമത്താൽ ഈ പരിഹാസത്തെ ഞങ്ങൾ ജയിക്കും, യേശുവിന്റെ രക്തത്താൽ ജയം. ഒരു കാര്യം കൂടെ പറയാം. ദൈവനാമത്തിൽ ആശ്രയിച്ച് ശത്രുവിനെ ജയിക്കാൻ വേണ്ടി നാം തയ്യാറെടുക്കുമ്പോൾ ഇടയ്ക്ക് കയറി വരുന്ന ചില ചേട്ടന്മാർ. 17-ാം അധ്യായത്തിൽ ഈ യുദ്ധരംഗത്ത് കാര്യമായ റോൾ ഇല്ലാത്ത ഒരാളെ കാണുന്നു. ദാവീദിന്റെ മൂത്ത ജ്യേഷ്ഠൻ ഏലിയാവ്. കാര്യമുള്ള പട്ടാളക്കാരനൊക്കെയാണ്, പക്ഷെ പേടിച്ചിങ്ങനെ വരണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് ദാവീദ് പിതാവ് പറഞ്ഞതനുസരിച്ച് സഹോദരങ്ങൾക്ക് ആഹാരവുമായി യുദ്ധക്കളത്തിലേക്ക് വരുന്നത്. ദൈവങ്ങളെ, നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മുടെ ഒരു പ്രധാന യുദ്ധത്തിലായിരിക്കുമ്പോൾ സ്തോത്രം, ഈ സൈഡിൽ നിന്ന് കടന്നു വരുന്ന ചിലതിനൊക്കെ അവഗണിക്കണം, അല്ലെങ്കിൽ നമ്മുടെ ലക്ഷ്യം തെറ്റിക്കും. ഏലിയാവ് എന്ന് പറയുകയാണ്, നീ എന്തിനാ വന്നത്? ആടുകളൊക്കെ എവിടെ കിടക്കുക? അല്ലെങ്കിൽ നിനക്ക് ഉത്തരവാദിത്വമൊന്നുമില്ല, നീ അല്ലെങ്കിൽ ഒരു അഹങ്കാരിയാണ്, നീ ഞങ്ങൾക്ക് അപ്പം തരാൻ വന്നൊന്നുമല്ല, നീ യുദ്ധം കാണാൻ വന്നതാണ്, നിന്റെ സ്വഭാവം പണ്ടേ എനിക്ക് അറിയാം എന്ന് പറഞ്ഞാൽ സമൂഹമധ്യേ ദാവീദിനെ അടിച്ചിരുത്തി സംസാരിക്കും. എന്നാൽ എനിക്ക് തോന്നുകയാണ്, ഒന്ന് വിളിച്ചോണ്ട് പോയി രഹസ്യമായിട്ട് പറയാമായിരുന്നല്ലോ. പ്രിയമുള്ളവരെ, മറ്റുള്ളവരെ സമൂഹമധ്യേ അടിച്ചാശയിരുത്തി സംസാരിക്കും. പ്രത്യേകിച്ച് കുട്ടികൾ, അവരുടെ ഹൃദയത്തിന് അത് വല്ലാത്ത ക്ഷതമുണ്ടാകും. മനസ്സിലാവുന്നു? സമൂഹത്തെ നമ്മുടെ സ്വന്തം മക്കളെ പോലെ ആയാലും സമൂഹത്തെ പരസ്യമായി ആക്ഷേപിക്കുന്നത് സ്തോത്രം അവരുടെ ഹൃദയത്തിൽ വല്ലാത്ത ക്ഷതമുണ്ടാകും. പക്ഷെ ദാവീദ് കൃപയുള്ളവരായതുകൊണ്ട് അവൻ ചെയ്ത കാര്യം, ഈ ചേട്ടനോട് കൂടുതൽ സംസാരിക്കുന്നില്ല. ഈ ചിലതിനോട് കൂടുതൽ സംസാരിക്കാൻ നിന്ന കൃപ പോകും, അവനെ അവഗണിച്ചില്ല. കാരണം ഈ യുദ്ധത്തിൽ അവന് കാര്യമായ റോളൊന്നും ഇല്ല, അവന് കാര്യമായ റോളൊന്നുമില്ല. അപ്പോൾ നമ്മുടെ ലക്ഷ്യത്തിൽ നിന്ന് നമ്മളെ പിന്തിരിപ്പിക്കാൻ വേണ്ടിയാണ് ചില അളിയന്മാര്, ചില അമ്മാച്ചന്മാര്, ചില ചേട്ടന്മാര് ഒക്കെ ഇങ്ങനെ വന്ന് ഈ ചില കാര്യങ്ങളൊക്കെ നമുക്ക് പറഞ്ഞു തരും. അവനെന്ത് ചെയ്തേക്കുക? ദാവീദ് ഇത്രേ പറഞ്ഞോളൂ, ചേട്ടൻ ഇത്രയും കിടന്ന് ചാടാൻ, ഇത്രയും ചൂടാവാൻ ഞാൻ എന്തുവാ ചെയ്തു? ഇത്ര മാത്രമേ ചോദിക്കൂ. നമ്മൾ കൂടുതൽ ചോദിക്കാൻ പോയി കഴിഞ്ഞാൽ നമ്മൾ കരയാൻ വേണ്ടി തുടങ്ങും ചിലപ്പോൾ, അല്ലെങ്കിൽ നമ്മൾ ദേഷ്യപ്പെടാൻ തുടങ്ങും. അതുകൊണ്ട് കൂടുതൽ ഇതിലേക്ക് എന്ത് ചെയ്ത് വൈകാരിക തലത്തിലേക്ക് പോകരുത്. അല്പസമയത്തേക്ക് നാം ആയിരിക്കുന്ന ആത്മീയ യുദ്ധത്തിൽ നിന്ന് നമ്മളെ പിന്തിരിപ്പിക്കുവാൻ വേണ്ടി ശത്രു ഉപയോഗിക്കുന്നതാണ് ഈ ജ്യേഷ്ഠൻ. മനസ്സിലാക്കണം. നമ്മുടെ എല്ലാ കുടുംബങ്ങളിലും ഇതുപോലെ ചില ചേട്ടന്മാര് കാണും, നമ്മുടെ എല്ലാ സഭകളിലും ഇതുപോലെയുള്ള ചില ചേട്ടന്മാര് കാണും. അവരോട് വാക്കുകളാൽ ഏറ്റുമുട്ടാൻ പോകരുത്. ഇത്രയൊക്കെ ചൂടാവാൻ അതിന്റെ ആവശ്യമൊന്നും ഇല്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് നൈസായിട്ട് അവരെ ചെയ്തേക്കണം. അങ്ങനെ ഇനി ഞാനൊരു കാര്യം പറയാം. ഈ ജ്യേഷ്ഠൻ പറഞ്ഞത് കേട്ട് ദാവീദ് പറയുകയാണ്, സത്യം പറഞ്ഞാൽ നീ ചൂടാവുന്നു ഓരോന്നല്ല ഞാനിവിടെ വന്നത്, നിനക്ക് ആഹാരമായ അപ്പനെ ഇങ്ങോട്ട് അയച്ചതാണ് എന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെട്ട്, അല്ലെങ്കിൽ ഒരു നിരാശയോടുകൂടി, നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ ഒന്ന് കുറച്ച് മോങ്ങിക്കരഞ്ഞ്, എന്നാ വേണ്ട ഞാൻ ഇവിടെ നിൽക്കണില്ല, ഈ സാമ്പാർ താഴെടുക്കണു, അച്ഛനെ എടുത്തോ എന്ന് പറഞ്ഞുകൊണ്ട് ദാവീദ് വീങ്ങിപ്പോട്ട് നിരാശനായി വീട്ടിലേക്ക് മടങ്ങിപ്പോയിരുന്നെങ്കിൽ എന്ത് സംഭവിക്കുമായിരുന്നു? ഈ ചേട്ടനെ അളിയനെ വർത്താനം കേട്ട് നിരാശപ്പെട്ടു പോയാൽ നമുക്ക് ഇതൊക്കെ സംഭവിക്കും. സ്തോത്രം. ദൈവം എന്തിനാണ് ഏലാ താഴ്വരയിലേക്ക് യുദ്ധക്കടത്തിലേക്ക് ദാവീദിനെ കൊണ്ടുവന്നത്? മാനുഷികമായി അപ്പൻ കൊടുത്തുവിട്ട സഹോദരങ്ങൾക്ക് വേണ്ടിയുള്ള ആഹാരം കൊണ്ടായിരിക്കാം. പക്ഷെ ആ കാര്യത്തിലും ദൈവത്തിനും മറ്റു ചില ഉദ്ദേശമുണ്ട്. മനസ്സിലാക്കുന്നു? യഹോവയുടെ നാമത്തെ പരിഹസിക്കുന്ന
യഹോവയുടെ സേനയെ അവഗണിക്കുന്നു. സ്വതന്ത്രം അപമാനിക്കുന്നവരെ തല കയ്യിൽ പിടിക്കാനാണ് ദൈവവിഭാഗനായ ദാവീദിനെ അങ്ങോട്ട് അയച്ചത്. ദൈവത്തിന്റെ സ്വതന്ത്രം ആ ലക്ഷ്യത്തിൽ നിന്ന് പിന്തിരിപ്പിക്കാനായിട്ടില്ല ചേട്ടന്മാരെയും പരിഹാസമായിട്ട് ഈ ആക്രോശമായിട്ട് വരുന്നത്. ദൈവത്തിന്റെ സ്വതന്ത്രം ചേട്ടൻ പറഞ്ഞ കേട്ട നമ്മുടെയൊക്കെ ഭാഷയിൽ പറഞ്ഞാൽ പെട്ടെന്നൊന്ന് കരഞ്ഞ് അപ്പോഴത്തേക്ക് മുഖമൊക്കെ വല്ലാണ്ടായി എന്നാ ഞാൻ വരുന്നില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സാമ്പാറും കൊടുത്ത് ഇടിയും കൊടുത്തിട്ട് തിരിച്ച് ദാവീദ് പോകാൻ കയ്യിൽ എന്താ കാണുന്നത്? പറഞ്ഞാട്ടെ, സഞ്ചി മാത്രമല്ല മാമ, കാലി സഞ്ചി. ഇങ്ങോട്ട് വന്നപ്പോ ഒന്നും അല്ലെങ്കിൽ ഇഡലി സാമ്പാറെങ്കിലും ആ സഞ്ചിക്കകത്ത് ഉണ്ടായിരുന്നു. സ്വതന്ത്രം ഇങ്ങനെ ചില ചേട്ടന്മാരും പറയുന്നത് കേട്ട് ഈ വിങ്ങി പൊട്ടാനും നെഞ്ചു പൊട്ടി കറിയാനും എന്നാ ഞാനില്ല, ഇനി പാടാനുമില്ല, പ്രാർത്ഥിക്കാനുമില്ല, പുസ്തകം വായിക്കാനും ഇതാ കിടക്കുന്നു, ഞാനിവിടെ ഒരു മൂലയ്ക്ക് വന്നിരുന്നോളാം എന്നൊക്കെ കരയാൻ വേണ്ടി തുടങ്ങി കഴിഞ്ഞാൽ ആയുസ് നിന്റെ കയ്യിൽ കാലി സഞ്ചി അല്ലാതെ ഒന്നും. ഇവിടെ ദേഷ്യപ്പെടുന്നവൻ ദേഷ്യപ്പെടും, അവഗണിക്കുന്നവൻ അവഗണിക്കും, പരിഹസിക്കുന്നവൻ പരിഹസിക്കും. ലോകത്തിലുള്ളതുകൊണ്ടാണ് ഇതെല്ലാം ഉണ്ടായി. കർത്താവിനെ പരിഹസിച്ച ലോകമാണെങ്കിൽ, കർത്താവിനെ കല്ലെറിഞ്ഞ ലോകമാണെങ്കിൽ ഇവിടെ ഇതിൽ കൂടുതലൊന്നും പ്രതീക്ഷിക്കണ്ട. പക്ഷെ യഹോവയുടെ നാമം അകത്തുള്ളവൻ കാര്യസഞ്ജീവമായി നടക്കാനില്ല. ദൈവത്താൽ അവന് ഈ പരിഹസിക്കുന്ന ശത്രുവിനെ നേരിടാനും യുദ്ധങ്ങളിൽ നിന്ന് മടങ്ങി വരുമ്പോ ദാവീദിന്റെ കയ്യിൽ എന്താണുള്ളത്? ദാവീദിന്റെ കയ്യിൽ എന്താ ഉള്ളത്? ഗോലിയാത്തിന്റെ തല. സ്തോത്രം. പിങ്ങി പൊട്ടി ഏങ്ങിക്കറിഞ്ഞ് കിടക്കണമെന്ന് പറഞ്ഞിട്ട് പോയായിരുന്നെങ്കിൽ എന്ത് കൈ കാണാറുന്നു? എന്ത് കാണാറുന്നു? കാര്യസഞ്ചി. സ്തോത്രം വരിക. യുദ്ധത്തിൽ ജയമാണോ വേണ്ടത്? സ്തോത്രം. കാര്യസഞ്ചിയാണോ വേണ്ടത്? ഏതാ വേണ്ടത്? മനുഷ്യനോട് വാക്കുകളാൽ നേരിടാൻ പോയാൽ സ്തോത്രം സ്തോത്രം ശത്രുവിന്റെ തല പിടിക്കേണ്ട സ്ഥാനത്ത് നീ എന്തേ പിടിക്കുള്ളൂ? കാര്യസഞ്ചി. മനസ്സിലായോ? കാര്യസഞ്ചി പിടിക്കുന്നതിന്റെ കാര്യം മനസ്സിലായോ? സ്തോത്രം. വൈകാരികമായി മനുഷ്യനോട് നേരിടരുത്. വൈകാരികമായി നേരിടരുത്. ഈ ചേട്ടൻ പറയുന്നത് കേട്ട്, അവന്റെ ആക്രോശം കേട്ട്, പരിഹാസം കേട്ട് ദാവീദ് യുദ്ധമുന്നണിയിൽ നിന്ന് കാലച്ചാക്കുമായി വീട്ടിലേക്ക് പോയെന്ന് ചിന്തിക്കുക. ഇല്ല, പോയെന്ന് ചിന്തിക്കുക. എന്ത് സംഭവിക്കുമായിരുന്നു അറിയാമോ? ഈ യുദ്ധത്തിന്റെ അവസാനം ദാവീദ് ഗോലിയാത്തിന്റെ തലയുമായി ഇങ്ങോട്ട് വരിക. ദാവീദ് പോയിരുന്നെങ്കിൽ ഈ ചേട്ടന്റെ തലയുമായിട്ട് ആരും ഒപ്പം? ഗോലിയാത്ത് ഒപ്പം. എല്ലാ ദിവസവും വെല്ലുവിളി മാത്രമല്ല, അവൻ കുറെ ദിവസം വെല്ലുവിളിക്കും, ഒരു ദിവസം വാളുമായിട്ട് വരും, ഈ ചേട്ടന്റെ തലയുമായിട്ട് പോകും. അപ്പോൾ ഇന്ന് നീ പരിഹസിക്കുന്ന, ഇന്ന് നീ അവഗണിക്കുന്ന, ഇന്ന് നീ നിന്ദിക്കുന്ന ഈ ഗോലിയാത്ത് മൗനമായിരിക്കാൻ കാരണം, ഈ ദാവീദ് മൗനമായിരിക്കാൻ കാരണം എന്താണെന്നറിയാമോ? നിന്റെ കൂടെ രക്ഷയ്ക്ക് വേണ്ടിയാണ് ഇവരെ ഇവിടെ അയച്ചിരിക്കുന്നത്. മറന്നുപോകരുത്. ഈ ചേട്ടൻ മനസ്സിലാക്കുന്നില്ല. ഈ ഏലിയാവിനോട് ദൈവത്തിന് പറയാനുള്ളത്, നീ ഇന്നവനെ അപമാനിച്ചോ, നീ ഇന്നവനെ പരിഹസിച്ചോ, ഇന്നവനെ നിന്ദിച്ചോ, പക്ഷെ നീ ഒരു കാര്യം മനസ്സിലാക്കണം, നിന്റെ തല ഗോലിയാത്ത് കൊണ്ടുപോകാതിരിക്കാൻ വേണ്ടിയാണ് നീ ദാവീദിനെ ഇങ്ങോട്ട് അയച്ചിരിക്കുന്നത്. നിങ്ങൾ അറിഞ്ഞാൽ നിനക്ക് നല്ലത്. അറിഞ്ഞ പരിഹാസം നിർത്തിയാൽ, അവഗണന നിർത്തിയാൽ നിനക്ക് നല്ലത്. സ്തോത്രം. ഉൽപ്പത്തി പുസ്തകത്തിൽ യോസേഫ് പറയുന്നത്, സ്തോത്രം, അവൻ സഹോദരങ്ങളാൽ അവഗണിക്കപ്പെട്ട് നിന്ദിക്കപ്പെട്ട് പരിഹാസപാത്രമായിട്ടാണ് മിസ്രൈമിലേക്ക് പോയത്. എന്നാൽ യോസേഫ് അതിനെ കുറിച്ച് പറയുന്നത് നിങ്ങളുടെ രക്ഷയ്ക്കായി. എന്തിനാ നിന്ദിക്കുന്നത്? നിങ്ങളുടെ രക്ഷയ്ക്കായി. പ്രിയമുള്ളവരെ, ഈ വചനത്തിൽ ദൈവത്തിന്റെ ആത്മാവ് നമ്മളോട് പറയുന്നത്, ദേശത്തെ അപമാനം മാറുവാൻ, നിന്ന് മാറുവാൻ, പരിഹാസം മാറുവാൻ വാക്കുകളാൽ നേരിടരുത്. യഹോവയുടെ നാമം, യഹോവയുടെ നാമത്തെ. സ്തോത്രം. അപമാനിക്കുന്നവർ, മറ്റുള്ളവരെ അപമാനിക്കുന്നവർ, പരിഹസിക്കുന്നവർ, പഴിക്കുന്നവർ, അവഗണിക്കുന്നവർ മനസ്സിലാക്കണം, ഇന്ന് നീ അവഗണിക്കുന്നവരുണ്ടല്ലോ, ഇന്ന് നീ പഴിക്കുന്നവരുണ്ടല്ലോ, ഇന്ന് നീ നിന്ദിക്കുന്നവരുണ്ടല്ലോ, അവരെ ദൈവം ഇവിടെ നിർത്തിയിരിക്കുന്നതും
നിന്റെ ആക്രോശത്തിന് മുമ്പിൽ അവർ മിണ്ടാതിരിക്കുന്നത് നിന്റെ വില പോകാതിരിക്കാൻ, നിന്റെ രക്ഷയ്ക്കാണ്, നിന്റെ ഉപജീവനത്തിനാ, നിന്റെ അനുഗ്രഹത്തിനാ. അതിനുവേണ്ടി ദൈവം അവരെ ആക്കി വെച്ചിരിക്കുകയാണ്. സ്തോത്രം. അത് നീ മനസ്സിലാക്കിയാൽ നിനക്ക് നല്ലത്. സ്തോത്രം. അത് മനസ്സിലാക്കാൻ പറ്റിയപ്പോൾ ഒരു പക്ഷേ ബൈബിളിൽ എഴുതിയിട്ടില്ല, ഏലിയാവ് കുറ്റബോധത്തോടും കൂടെ കരഞ്ഞു. സത്യം പറഞ്ഞ ഞാൻ എൻ്റെ അനിയനെ ഈ സമൂഹ മധ്യത്തിൽ അവയെ അപമാനിച്ചല്ലോ, പരിഹസിച്ചല്ലോ. സത്യത്തിൽ അവനില്ലായിരുന്നെങ്കിൽ എൻ്റെ തല പോയ. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ നമ്മൾ ആരെയും പരിഹസിക്കരുത്, പ്രാർത്ഥിക്കുന്നവനെ പരിഹസിക്കരുത്, ആരാധിക്കുന്നവനെ പരിഹസിക്കരുത്. മനസ്സിലാകുന്നുണ്ടോ? ദൈവത്തിന്റെ നാം ഉള്ളിൽ കയറുന്നവനെ അവഗണിക്കരുത്. ഒരുപക്ഷെ ഇവന്റെ ഒരു പ്രാർത്ഥനയായിരിക്കാം നാളെ നിനക്ക് നന്മയായി മാറും. ഇവന്റെ ഒരു പ്രവൃത്തിയായിരിക്കാം നിനക്ക് രക്ഷയായി മാറും. രണ്ട്, അവമാനം മാറുവാൻ, നിന്ന മാറുവാൻ, പരിഹാസം മാറുവാൻ ആയുധം വേണ്ട, ആക്രോശം വേണ്ട, കായിക ബലങ്ങൾ വേണ്ട, കവചങ്ങൾ വേണ്ട. യഹോവയുടെ നാമം. യെരിഹോ മതിൽ ഇസ്രായേലിനെ നേരിട്ടത് എങ്ങനെയാണ്? ആരാധന, അതരത്തിൽ നിന്ന് പുറപ്പെടുന്ന വാക്കുകൾ. ഇന്ന് പേർക്കാലം ദൈവാത്മാവ് പറയുകയാണ്, ദൈവത്തിന്റെ നാമം പറഞ്ഞ് വീടിന് ചുറ്റും നടക്കാൻ തയ്യാറായി. ദൈവത്തിന്റെ നാമം പറഞ്ഞ് വീട്ടിലെ മുറിവിൽ നടക്കാൻ നിങ്ങൾക്ക് പരിഹാസത്തെ ജയിക്കാം, അവമാനത്തെ ജയിക്കാം, അവഗണനയെ ജയിക്കാം. ഇതെല്ലാം യഹോവയുടെ നാമം. വിശ്വസിക്കുന്നവർ ദൈവത്തെ ഒന്ന് സ്തുതിച്ചാൽ, വിശ്വസിക്കുന്നവർ ഒരിക്കൽ കൂടെ ദൈവത്തെ ഒന്ന് സ്തുതിച്ചാൽ. ജയം യഹോവയുടെ നാമത്താൽ, യുദ്ധത്തിലെ ജയം യഹോവയുടെ നാമത്താൽ, പരിഹാസം മാറുന്നത് യഹോവയുടെ നാമത്താൽ, അവഗണന മാറുന്നത് യഹോവയുടെ നാമത്താൽ, സ്വതന്ത്രമല്ലിയ ശത്രുവിന്റെ ആരവം മാറുന്നത് യഹോവയുടെ നാമത്താൽ. ഈ വചനങ്ങളാൽ യഹോവയായ ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ദൈവം എല്ലാവരുടെയും ദൈവം ചെയ്യുന്നു. ദൈവത്തെ സ്തോത്രം. സാധാരണയായി നാം ചെയ്യുന്ന വ്യത്യസ്തമായി എല്ലാവരും ഒരുമിച്ച് ഒരു പാട്ട് പാടി ദൈവത്തെ സ്തുതിക്കുകയാണ്.